ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു സബ്ജക്റ്റാണ് ജാവാസ്ക്രിപ്റ്റ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ഞാൻ അതിന് മുമ്പ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മുടെ HTML എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതായത് നമ്മുടെ ഒരു ഭിത്തി കെട്ടുന്ന കട്ടകളില്ലേ, അതാണ് നമ്മുടെ ഇത് HTML. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യുന്ന കളറൊക്കെയാണ്, അതായത് പുറത്തെ പെയിൻറ്റ്, ഇതൊക്കെയാണ് CSS. പക്ഷേ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ബലം കൊടുക്കുന്ന സിമെൻ്റ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, അതായത് ഒരു വെബ്സൈറ്റ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത്? വെബ്സൈറ്റ് എപ്പോഴാണ് അട്രാക്റ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ വെബ്സൈറ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇൻട്രാക്റ്റീവ് കാര്യങ്ങൾ അതേപോലെ ഇൻട്രാക്ഷൻ സെക്ഷനിൽ തിരിച്ചു തരുന്നത്, നമ്മളൊരു ക്ലിക്ക് കേൾക്കുമ്പം നല്ലപോലെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് പല സൈറ്റുകളും കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇൻട്രാക്ഷൻസ് വരുന്നത്, അപ്ഡേറ്റ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു സൈറ്റ് കാണിച്ചു തരാം. ഇതൊരു സൈറ്റാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലാംഗ്വേജുകളില്ലേ, ഇന്ത്യയിലുള്ള പല ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ പല ലാംഗ്വേജുകൾ അത് ബൈനറി കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവേർഷൻ ടൂൾസൊക്കെ പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഇപ്പോൾ ഉറുദുവിലോട്ട് മാറ്റാം. ഇപ്പോൾ മലയാളത്തിൽ നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഉറുദുവിൽ ഉള്ള ഭാഷ പോലെ ആക്കാം. ഇതൊക്കെയാണ്. സോ അത് പറയാനല്ല ഇപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടോ, വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഇങ്ങനെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, പുതിയ സാധനങ്ങൾ വരുന്നുണ്ടോ. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജാവാസ്ക്രിപ്റ്റ് ആണ്. അതായത് എപ്പോഴും ഡാറ്റാബേസിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത വട്ടം നമ്മൾ വീണ്ടും ചെയ്യുമ്പം വീണ്ടും ഡാറ്റകൾ ഇങ്ങനെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുപോലത്തെ ഇൻട്രാക്ഷൻസ് പോരാത്തതിന് നമുക്ക് കുറച്ച് സൈറ്റുകൾ കാണിച്ചു തരാം. അതായത് ഇത് കേട്ടോ, ഇതൊരു സൈറ്റാണ്. അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ഹിസ്റ്ററിയിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരിക്കുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ ആ ഡോട്ട് ഇങ്ങനെ അതിൻ്റെ ആനിമേഷൻ ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ, വര വരുന്നു, ആനിമേഷൻ ചെയ്യുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോട്ടിൽ ഫോക്കസ് ചെയ്താൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഓപ്ഷൻ കാണുന്നു. കേട്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈവൻ്റ് ഇങ്ങനെ ഓരോന്നും പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സൈറ്റിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ഏറ്റവും 2016 അതായത് ഓരോ അതിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടോ ഇയർ വരുന്ന വലിയ ഈവൻസിനെ കുറച്ചും കൂടെ ബൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറുതായിട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യത്തിൽ കേട്ടോ ഇതിങ്ങനെ നീക്കുമ്പോൾ ഓരോരോ ആനിമേഷൻസ് വരുന്നുണ്ടോ നിങ്ങൾ? ഇതുണ്ടോ ഓരോ, അതായത് എന്താ പറയുക, അതാ മിൽക്കി വേ ഗാലക്സി ഫോംഡ്, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എർത്ത് എന്തൊക്കെ നടന്നു, ഇതൊക്കെ ഒരു ഹിസ്റ്ററി ഒരു ചാനലാണ്. അപ്പം ഇതിൽ ഈ കാണുന്ന ആനിമേഷൻസ് കാര്യങ്ങൾ ഒക്കെ പറയുന്ന സാധനങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണ് ജാവാസ്ക്രിപ്റ്റ്. അതായത് മൗസ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താവണം, മൗസിന് ബാക്ക് എടുത്ത് എന്താവണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റാണ്. കൂടാതെ ഇതുപോലത്തെ ഉണ്ടോ ഇൻട്രസ്റ്റിംഗ് സൈറ്റുകൾ, ആനിമേഷൻസ് വരുന്ന സൈറ്റുകൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവൻ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആനിമേഷൻസ് ഇങ്ങനെ വരുന്നില്ലേ. സോ ഇങ്ങനത്തെ സൈറ്റുകൾ. ഇനിയിപ്പോൾ നോക്ക് വേറൊരു സൈറ്റ്, ഞാൻ ഇങ്ങനെ പറഞ്ഞ് സ്ക്രോൾ ചെയ്യുമ്പം ഓരോന്ന് ഇങ്ങനെ വരുവാണ്. സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഡേറ്റ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആനിമേഷൻ ഓരോ ഇതും പോപ്പപ്പ് ചെയ്ത് വരുന്നില്ലേ. സോ ഇത് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ HTML നമ്മൾ CSS കൊടുക്കും. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ CSS ആണ്. അപ്പോൾ CSS കൊടുക്കും. പക്ഷേ ഇതിന് ലൈഫ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, സോ നമ്മൾ അതാണ് പറയുന്നത്. സോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലൂടെ ഏതൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെസണിലൂടെ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ച് കോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് നോക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ സിൻടാക്സുകൾ, ഡാറ്റ ടൈപ്സ്, ഒബ്ജക്റ്റ്, സ്ട്രിങ് ഓപ്പറേഷൻസ്, സ്റ്റാൻഡേർഡ് പോപ്പപ്പ് ബോക്സുകൾ. അതായത് നമ്മൾ നേരത്തെ കാണിച്ച അത്രയും ആനിമേഷൻസ് ഒന്നുമല്ല, ചെറിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ആനിമേഷൻസ് ഒക്കെ ഉള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ബൈ ദ എൻഡ് ഓഫ് ദ ലെസൺ, ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ഫ്രണ്ട് എൻഡ് സ്ക്രിപ്റ്റിംഗ്. ഒരു ഫ്രണ്ട് എൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഫ്രണ്ട് എൻഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൻ്റെ കൂടെ തന്നെ ബിൽഡ് ചെയ്യുന്നതാണ്. ബാക്ക് എൻഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഡാറ്റാബേസും കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളെയാണ് നമ്മൾ ബാക്ക് എൻഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്.
JavaScript is a front-end scripting language developed by Netscape for dynamic content. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വെബ്സൈറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഡൈനാമിക്കാണ്, അതായത് ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന സൈറ്റുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൈറ്റുകൾക്ക് വേണ്ടിയിട്ട് നെറ്റ്സ് സ്ക്രാപ്പ് എന്ന് പറയുന്ന കമ്പനി അവർ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്താണ് ഇത്. ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ് ബട്ട് ലിമിറ്റഡ് ക്യാപ്പബിലിറ്റീസ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, അധികം ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കുറേ ഫങ്ഷൻസ് ഇല്ല, ബട്ട് ലിമിറ്റഡ് ക്യാപ്പബിലിറ്റീസ് ഉള്ള കുറച്ച് പ്രക്രിയ മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്, അതായത് ഇതിന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. ക്ലാസ് ഒബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമല്ലോ. സോ അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്ലാസ് ഉണ്ടാവും, സബ് ക്ലാസ് ഉണ്ടാവും, അതുങ്ങൾക്ക് കുറേ സബ് ക്ലാസ് ഉണ്ടാവും, ഒരു സൂപ്പർ ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ്സുകളുടെ കളിയൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പം ഒരു ക്ലയൻറ്റ് സൈഡ് ടെക്നോളജിയും കൂടിയാണ്. എംബഡഡ് ഇൻ യുവർ HTML പേജ് ഇൻറ്ററപ്റ്റഡ് ബൈ വെബ് ബ്രൗസർ. ഇത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അതായത് നമ്മുടെ HTML പേജ് പോലെ തന്നെ HTML പേജിൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതുന്നതാണ്. HTML പേജിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. ആ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മുടെ വെബ് ബ്രൗസർ തന്നെയാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ജാവാസ്ക്രിപ്റ്റ് അലോ ഇൻട്രാക്ടിവിറ്റി സച്ച് എസ് ഇംപ്ലിമെൻറ്റേഷൻ, ഫോം വാലിഡേഷൻ, react user actions, handle keys, change an image on moving mouse over it, sections of a page appearing on a disappearing, performing complex calculation, custom HTML controls like scrollable tables like that. മറ്റൊന്നുമല്ല, അതായത് നമ്മുടെ ഈ HTML കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, ബേസിക് കാര്യങ്ങൾ. ഇപ്പോഴും ജാവാസ്ക്രിപ്റ്റിൽ പല പല ടെക്നോളജീസും പല പല ഇൻവെൻഷനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാലിഡേഷൻ സാധ്യമാക്കും. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഒരു പേര് അടച്ചു, അപ്പം നിങ്ങൾ ഇപ്പോൾ പാസ്വേഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അവർ പറയില്ലേ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വേണം, സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ വേണം എന്നൊക്കെ ഉള്ള. അതങ്ങനെ അടിച്ചു കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? അടിച്ചു കൊടുക്കാതിരുന്നാൽ അത് വീണ്ടും പറയും നിങ്ങൾ അത് തെറ്റായിട്ടാണ് അടിച്ചത് എന്നൊക്കെ ഉള്ളത്. ഇതിനെ നമ്മൾ വാലിഡേഷൻ എന്ന് വിളിക്കും. സോ ഈ വാലിഡേഷനൊക്കെ ചെയ്യാൻ വളരെയധികം സഹായമായിട്ട് ചെയ്യും. ഇല്ലെങ്കിൽ സാധാരണ HTML മാത്രം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ HTML നേരെ ഡാറ്റാബേസിൽ പോകണം. ഡാറ്റാബേസിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ടാവും ഇങ്ങനത്തേക്കുള്ള ഡാറ്റ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന്. അപ്പം ഓരോ വട്ടം ഇൻഫർമേഷൻ അത്രയും ട്രാവൽ ചെയ്യണം. പക്ഷേ നമ്മുടെ HTML പേജിൽ തന്നെ നമുക്ക് എന്താണ് അങ്ങോട്ട് പോകേണ്ടത്, മീൻസ് ഫൈനൽ എന്താണ് ഡാറ്റാബേസിലോട്ട് പോകേണ്ടതെന്ന് ഫിൽറ്റർ ചെയ്യാനൊരു ഫിൽറ്ററിങ് സംവിധാനം, അതാണല്ലോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്. സോ അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ആക്ഷൻസ്, അതായത് കീ ഇവൻറ്റ്സ്, മൗസ് ക്ലിക്ക് ചെയ്യുന്നു, മൗസ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുന്നു, അതിനെയൊക്കെയാണ് മൗസ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അതായത് ഓൺ കീ, ഓൺ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കാം. അപ്പോൾ അങ്ങനെ ഇത്ര മതി, മൗസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രക്രിയയും ഇത് ഹാൻഡിൽ ചെയ്യും. ഞാൻ നേരത്തെ ഒരു സൈറ്റ് കാണിച്ച പോലെ മൗസ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മാറ്റം വരുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്താ പറയുക, ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു മൗസ് അവിടെ കൊണ്ട് വെക്കുമ്പോഴേക്കും ഇമേജ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയൊക്കെ മാറ്റാൻ ചെയ്യാൻ പറ്റും. പിന്നെ സെക്ഷൻസ് ഓഫ് പേജ് അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ്, ഞാൻ നേരത്തെ കാണിച്ചില്ല, സ്ക്രോൾ ഡൗൺ ചെയ്തപ്പം താഴത്തെ പേജ് മുകളിലോട്ട് പയ്യെ കയറി വന്നു, മുകളിലത്തെ പേജ് പയ്യെ പോവുകയും ചെയ്തു. അങ്ങനത്തെ ഒക്കെ സെക്ഷൻസ് ചെയ്യാം. പിന്നെ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് നമുക്ക് ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ HTML ടേബിൾസുകൾ, സ്ക്രോളബിൾ, താഴോട്ട് വലിച്ചാൽ നീളുന്ന സൈസ് ടേബിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് വഴിയ എക്സാമ്പിൾസിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ജാവാസ്ക്രിപ്റ്റ് എന്തൊക്കെ ചെയ്യുന്നു? വാട്ട് ക്യാൻ ജാവാസ്ക്രിപ്റ്റ് ടു? ഹാൻഡിൽ ഈവൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ കണ്ടിന്യൂസ് എന്നുള്ളൂ. ഈവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യും. അതായത് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നടക്കുന്ന, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ എടുത്തിട്ട് ഒരു സ്ഥലത്തോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈവൻ്റാണ്, അതൊരു ട്രിഗറാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് HTML എലമെൻറ്റ്സ് ആൻഡ് മോഡിഫൈ ദ DOM ട്രീ, അതായത് ഡോക്യുമെൻ്റ് ട്രീ എന്ന് നമ്മൾ പറയും. അപ്പം ആ ട്രീ നമുക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഉള്ള ഇത് നമുക്ക് HTML പറ്റും. അതായത് എന്തെങ്കിലും ഒരു കാര്യം HTML-ലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്തു, ഇപ്പം സപ്പോസ് നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്തു,
അല്ലെങ്കിൽ നമ്മുടെ പേര്, ഒരു രജിസ്ട്രേഷൻ ഫോമിൽ നമ്മുടെ പേര് ആഡ് ചെയ്തു. ആ പേരിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും എലമെൻറ്റ് ഡാറ്റാബേസിലോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID എന്ന് പറഞ്ഞിട്ട് ഒരു ID നമുക്ക് ഓട്ടോമാറ്റിക്കലി യൂസർ കാണണ്ട അല്ലാതെ ഒരു ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കണമെങ്കിൽ അത് ഇത് HTML പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് പറ്റും. ക്യാൻ വാലിഡേറ്റ് ഫോംസ്, മോഡിഫൈ ബ്രൗസർ കുക്കീസ്, ക്യാൻ ഡിറ്റക്ട് യൂസേഴ്സ് ബ്രൗസർ ആൻഡ് OS, ക്യാൻ യൂസ് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്, ഇതിനൊക്കെ പറ്റും. ഹാൻഡിൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇററുകൾ സംഭവിക്കുന്നതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഏതാണെന്നും ഏതൊക്കെ OS ആണെന്ന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റ് എംബഡഡ് ആയിട്ടുള്ള HTML ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് OS-ലാണ് റൺ ചെയ്യുന്നത്, ഏത് കമ്പ്യൂട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏത് OS ആണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. സപ്പോസ് ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് ഒരു കാര്യങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ മൊബൈലാണ് നോക്കുന്നതെങ്കിൽ മൊബൈലിലുള്ള സ്ക്രീൻ സൈസിലുള്ള ഇമേജ് ആയിരിക്കും വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിലാണ് നോക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസിലുള്ള ഇമേജ് ആയിരിക്കും വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ OS ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൽ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായി ഇതാണ് ഒരു ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് HTML എടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്ത് വെക്കുന്നത് സബ്ലൈം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മളത് ഒരു സ്ഥലത്ത് സേവ് ചെയ്യണം. അപ്പം ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ HTML എന്ന് പറഞ്ഞ പേരിലാട്ടോ നമ്മൾ സേവ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം HTML ബ്രൗസറാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് HTML എന്ന പേരിൽ ചെയ്തു. ആദ്യം നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്തു. ടൈറ്റിലിൽ നമ്മൾ ദിസ് ഈസ് എ ജാവ പ്രോഗ്രാം എന്ന് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബോഡിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ബോഡിയിൽ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. സോ ഈ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. ഇനി നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ് അടിക്കാൻ പോകുന്നത് നോക്കാം. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെടുത്തേ നമുക്ക് ഒരു അലേർട്ട് ബോക്സ് ആണ് നമ്മൾ വരേണ്ടത്. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണാറുണ്ട് മേളിൽ പോപ്പപ്പ് ചെയ്തിട്ട് വെൽക്കം ടു ദിസ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ബോക്സ് വരുന്നത്. സോ ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിന് യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ അലേർട്ട് എന്നാണ്. ALER അലേർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഡബിൾ കോട്ട്സിൽ വെൽക്കം ടു മൈ വെബ് പേജ് എന്നാണ് കൊടുത്തു. ഇത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് സെമിക്കോളം കൊടുക്കണം. അതായത് നമ്മൾ സിക്കും ജാവയ്ക്കും നമ്മൾ ചെയ്യുന്ന പോലെ സെമിക്കോളം കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. സോ എന്നിട്ട് ഇത് നമ്മളങ്ങ് സേവ് ചെയ്തു. അപ്പം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതാണല്ലോ നമ്മൾ സേവ് ചെയ്ത സാധനം. നമ്മൾ എടുത്ത് കണ്ടോ, വെൽക്കം ടു മൈ വെബ് പേജ്. സോ ഇതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്. തുറന്നു വരുമ്പോൾ തന്നെ പേജ് ഇൻട്രാക്ഷൻ ചെയ്യുന്ന ഒരു ഇത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൊടുക്കാം. നമ്മൾ ബോഡിയിൽ നമ്മൾ എന്താ പറയുക ഒരു ബി ടാഗ് കൊടുക്കുക, ബോൾഡ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സെൻറ്റർ ടാഗും കൊടുത്തു. സെൻറ്ററിൻ്റെ ഉള്ളിൽ ഹലോ ദിസ് ഈസ് മൈ HTML എലമെൻറ്റ്. ഹലോ ദിസ് ഇസ് മൈ HTML എലമെൻറ്റ് കൊടുത്തു. നമ്മൾ ബി ടാഗ് ക്ലോസും ചെയ്തു. സോ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കണ്ട അറിയാം. അതായത് ആദ്യം നമ്മുടെ മറ്റേത് വരും, ജാവാസ്ക്രിപ്റ്റ് വരും. അത് കഴിഞ്ഞ് ഓക്കെ വിളിച്ച് കഴിയുമ്പോഴേ നമ്മുടെ എലമെൻറ്റ് വരും. മനസ്സിലായോ? അതായത് റൺ ചെയ്യുമ്പം നമ്മൾ ആദ്യം ജാവാസ്ക്രിപ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വരും. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഡ് ഒന്ന് എഴുതിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്. അപ്പം ഈ HTML എലമെൻറ്റിൽ അങ്ങ് എഴുതിയിട്ട് ചെയ്താൽ മതി. സോ ഇനി എന്ന് പറയുന്നത് എന്താ പറയുക, അലേർട്ട് ബോക്സ് നമ്മൾ വന്നു. ഇതേപോലെ നമ്മുടെ അലേർട്ട് ബോക്സ് നമ്മളിപ്പോൾ കാണിച്ചു അല്ലേ. സോ ഇനി എന്ന് പറയുന്നത് വേറൊരു
വേറൊരു പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യുക. നമ്മളിതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ HTML ഓപ്പൺ ചെയ്യും, സ്ക്രിപ്റ്റ് ടൈപ്പിക്കൽ ജാവ സ്ക്രിപ്റ്റ് റൈറ്റ് ഡോക്യുമെൻറ്റ് ജാവ സ്ക്രിപ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിത് കോപ്പി ചെയ്തു, നമ്മുടെ നേരത്തെ പ്രോഗ്രാമിൽ പോയി പേസ്റ്റ് ചെയ്തു. സാധാരണ ഒന്നുമില്ല, HTML ഓപ്പൺ ചെയ്യുന്നു, ബോഡി ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ സേവ് ചെയ്തു. സോ നമ്മുടെ പ്രോഗ്രാം എടുത്തു, നമ്മൾ റീഫ്രഷ് കൊടുത്തു. സോറി, ഒരു ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട് അവിടെ എവിടെയോ. നമുക്ക് വരേണ്ടത് ഇങ്ങനെയാണ്. ജാവാസ്ക്രിപ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് വരേണ്ടത്. സോറി സ്റ്റുഡൻസ്, കുഴപ്പമില്ല, നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തു, നമ്മൾ HTML അടിച്ചു, HTML ടൈപ്പിൽ നമ്മൾ ഹായ് എന്നടിച്ചു. സോ ബോഡി വരുമ്പോൾ ബോഡിയിൽ നമ്മൾ എന്താ ചെയ്യുക, സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഈക്വൽ ടു ടൈപ്പ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. സോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അടിക്കേണ്ട ഒരു കീവേഡാണ് document.write. അതായത് നമ്മുടെ HTML എലമെൻറ്റിലോട്ട് എന്തെങ്കിലും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ document.write എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെമിക്കോളനിലിട്ടിട്ട് ഹലോ ദിസ് ഈസ് ഫ്രം ജാവാസ്ക്രിപ്റ്റ്. സോ നമ്മൾ സേവ് ചെയ്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ വേൾഡ്, ഹലോ ദിസ് ഈസ് ഫ്രം ജാവാസ്ക്രിപ്റ്റ്. ഹലോ വേൾഡ് എന്നുള്ള നേരത്തെ എൻ്റെ ഒരു ഇതായിരുന്നു, അപ്പോൾ അത് മാറി ഹലോ ദിസ് ഈസ് ഫ്രം ജാവാസ്ക്രിപ്റ്റ്. അപ്പം എന്താ പറയുക, നമ്മുടെ HTML എലമെൻറ്റിലോട്ട് ഒരു ഡോക്യുമെൻ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ഇതൊക്കെ ചെറിയ ബേസിക്സ് ആണ് നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ തുടക്കമല്ല. അപ്പം നമ്മൾ ചെറിയ ബേസിക്സ് ആണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ പഠിച്ച് അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് നമുക്ക് നോക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ കാണിച്ചായിരുന്നു. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഹെഡിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. ഹെഡ് ടാഗ് ഉണ്ടല്ലോ, ഹെഡ് ടാഗിൻ്റെ ഉള്ളിലും കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാലും വർക്ക് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ നമ്മൾ ഹെഡ് ടാഗിൻ്റെ അടുത്ത് കൊടുത്തു, നമ്മൾ റീഫ്രഷ് ചെയ്തു, ഒന്നും ആയില്ല. കാരണം വർക്ക് ചെയ്തു, സാധനം വന്നില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പോട്ടെ, document.write നമ്മൾ നേരത്തെ പഠിച്ച അലേർട്ട് കൊടുക്കുവാണ്. ഹലോ എവരി വൺ എന്ന് പറഞ്ഞിട്ട് അലേർട്ട് കൊടുക്കുകയാണ്. സോ അലേർട്ട് നമ്മൾ കൊടുത്തു, നമ്മൾ പേജ് വന്നു, കണ്ടോ വർക്കായി. നമ്മൾ പേജ് ലോഡായി വരുമ്പോൾ തന്നെ ഹലോ എവരി വൺ എന്നുള്ള നമ്മളിപ്പോൾ കൊടുത്ത സാധനം വന്നു. ഓക്കെ കൊടുക്കുമ്പോഴേ തന്നെ പേജിലെ കണ്ടന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡീൻ്റെ ഉള്ളിലും ഹെഡിൻ്റെ ഉള്ളിലോ നമുക്ക് ഈ ടാഗ് കൊടുക്കാം. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇതേപോലത്തെ SRC എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രിപ്റ്റിനെ വിളിക്കാം. അതായത് ഞാനിപ്പോൾ പറയുന്ന പോലെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു വാല്യൂ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് അതിനെ കോൾ ചെയ്യാം. അതിന് നമ്മൾ SRC എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഫോൾഡറിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ, സെയിം ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളിങ്ങനെ JS എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തു, JS ജാവാസ്ക്രിപ്റ്റ് ആണ്, അതുകൊണ്ട് JS കൊടുത്തു, എന്നിട്ട് കോഡ് പ്ലേസ് ചെയ്തു. നമുക്കങ്ങനെ എക്സ്റ്റേണലായിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ നമുക്ക് കോൾ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് കോഡ് ഈസ് എക്സിക്യൂട്ടഡ് ഡ്യൂറിങ് ദ പേജ് ലോഡ് ഓർ വെൻ ദ ബ്രൗസർ ഫയർസ് ആൻ ഇവൻറ്റ്. അതായത് ജാവാസ്ക്രിപ്റ്റ് എപ്പോഴാണ് ലോഡ് ചെയ്യുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് HTML ബ്രൗസറിൽ പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജാവാസ്ക്രിപ്റ്റ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് പേജ് ലോഡിങ്. എല്ലാ പേജ് ലോഡിങ്ങിൽ തന്നെ മീൻസ് തുടങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പറ്റും. അതായത് കണ്ടൻറ്റ് വരുന്നതിന് മുമ്പോ CSS വരുന്നതിന് മുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ കോൾസ് ഓർ കോഡ് ക്യാൻ ബി അറ്റാച്ച്ഡ് അറ്റ് ഈവൻ ഹാൻഡ്ലേഴ്സ് യൂസിങ് ടാഗ് ആട്രിബ്യൂട്ട്സ് എക്സിക്യൂട്ടിംഗ് വെൻ ദ ഈവൻറ്റ് ഫയർഡ് ബൈ ദ ബ്രൗസർ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഈവൻറ്റുകൾ നടക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ ഒരു മൗസ് സൈറ്റ് കാണിച്ചായിരുന്നു. ആ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ
ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞ് മൗസ് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അത് മാറുന്നില്ലേ, അത് ഓരോരോ ഇവൻറ്റ് വരുന്നില്ലേ. സോ ഈ വരുന്ന എങ്ങനെയാണ്, പേജ് ലോഡാകുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ലോഡാകുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കണ്ടൻറ്റുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതേ ഈ ഓരോ കണ്ടൻറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം. സോ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് എന്താ പറയുക, ബ്രൗസർ ലോഡാകുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് ഇനിയിപ്പം എക്സ്റ്റേണലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. എക്സ്റ്റേണൽ യൂസ് ചെയ്യുമ്പം HTML നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൽ സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു simple.java.js എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടു. അപ്പം ആ simple.java എന്ന് പറയുന്ന ഓൺ ബട്ടൺ ക്ലിക്ക് സിമ്പിൾ വാല്യൂ കോൾ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ഫ്രം ജാവാസ്ക്രിപ്റ്റ് ചെയ്ത്. അപ്പം ഇതിലെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ക്ലാസ് ഫങ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫങ്ഷൻ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്നിട്ട് സേവ് ചെയ്തു. സേവ് ചെയ്തു sample.js എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കോൾ ചെയ്യുകയാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ CSSൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ CSS നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു പേജ് എടുത്തു. നമ്മളിതൊക്കെ ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, നമ്മൾ പുതിയൊരു പേജ് എടുത്തു. നമ്മളതിൽ ഇനി സ്ക്രിപ്റ്റാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സും ഫംഗ്ഷനും വെച്ചിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് നമ്മൾ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടി എന്ന് പറഞ്ഞാൽ അടിക്കുന്നില്ല, JavaScript.js എന്ന് പറഞ്ഞിട്ട് ഇട്ടു, സേവ് ചെയ്തു. അതൊരു JS ഫയലായി, ഇനി ജാവാസ്ക്രിപ്റ്റ് ഫയലായി. ഇനി നമ്മൾ എന്ത് ഉപയോഗിക്കാമെന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷനിൽ നമുക്കൊരു പേര് കൊടുക്കണമല്ലോ. നമ്മൾ പേര് സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. സോ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. അതിൽ അലേർട്ട് നമ്മളെന്താ കൊടുക്കുന്നത്, ദിസ് ഈസ് ഫ്രം എക്സ്റ്റേണൽ ഷീറ്റ് ഓഫ് ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഒരു പേര് എന്തെങ്കിലും കൊടുത്തു, എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ അങ്ങ് സേവ് ചെയ്തു. അതായത് പുതിയൊരു ഫയൽ തന്നെയാണ്. ഇനി നമ്മൾ പുതിയൊരു ഫയൽ എടുത്തു. ഇനി നമുക്ക് HTML ഫയൽ വേണം. അപ്പോൾ അങ്ങോട്ട് പുതിയൊരു ഫയൽ എടുത്തു. നമ്മളതിനെ ആദ്യം സേവ് ചെയ്യുന്നു. sample123.html എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇനി നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ HTML ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ടൈറ്റിലിൽ ജാവ എക്സാമ്പിൾ എന്ന് എഴുതി. നമുക്ക് ബോഡിയിലോ ഹെഡിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ബോഡി തന്നെയാണ് കൊടുക്കുന്നത്. മീൻസ് എവിടെ വേണമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ബോഡിയിൽ കൊടുത്തു. നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ടൈപ്പ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് എന്ന് വന്നു. അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട നമുക്കിനി SRC കൊടുക്കണം. അതായത് സോഴ്സ് കൊടുക്കണം. നമ്മൾ നേരത്തെ സെയിം പേജിലാണല്ലോ സേവ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ PHPയിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഇതാണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ ഇതും. അപ്പം സെയിം ഫോൾഡറിലായതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമില്ല. അപ്പോൾ സെയിം ഫോൾഡർ ആയതുകൊണ്ട് തന്നെ പേര് കൊടുക്കുക. എന്താണ് നമ്മൾ അവിടെ കൊടുത്തത്, JAPASSCRIPT javascript.js. സോ ഈ ഒരു ഫയലാണ് വരുന്നത്. സോ നമ്മൾ സ്ക്രിപ്റ്റും കൊടുത്തു. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഓട്ടോമാറ്റിക്കലി വന്നു, വിളിച്ചതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ബോഡി സെക്ഷനിലോട്ട് പോവുക. എന്നിട്ട് നമ്മളവിടെ എന്താ പറയുക, ഇനി ഒരു ബട്ടൺ കൊടുക്കുകയാണ്. ഒരു ബട്ടൺ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്പുറത്തെ പേജിൽ എഴുതിയേക്കുന്ന ആ ഒരു പ്രോഗ്രാം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതാണല്ലോ നമ്മുടെ ചെയ്യേണ്ട വർക്ക്. നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ കൊടുത്തു. അപ്പോൾ അതിന് ഒരു വാല്യൂ കൊടുക്കുകയാണ്. അതായത് തെളിഞ്ഞ് വരുമ്പോൾ കാണുന്നത് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തു. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നത്. ഓൺ ക്ലിക്ക്, അപ്പം ഇത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്.
അപ്പം ജാവാസ്ക്രിപ്റ്റ് നേരത്തെ വിളിച്ചുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടി HTML അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഓൺ ക്ലിക്കിൽ എന്താ വേണ്ടത്, നമ്മുടെ ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ വേണം, സിമ്പിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേണം. ഓൺ ക്ലിക്ക് അപ്പം SIMPLE സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് സാമ്പിൾ 1 2 3 എന്നുള്ള സാധനം ഓപ്ഷൻ വന്നു, വന്നില്ലേ? അപ്പോൾ അതിൽ ക്ലിക്ക് മീ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നമ്മുടെ പേജിൽ വന്നു. അപ്പോൾ പേജിൽ വന്ന് റീഫ്രഷ് ഒക്കെ ചെയ്ത് ക്ലിക്ക് മീ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ദിസ് ഈസ് ഫ്രം എക്സ്റ്റേണൽ ഷീറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള നമ്മുടെ ഓപ്ഷൻസ് വന്നു. അതായത് നമ്മൾ ഇത് 2 ഫയലായിട്ടാണ് മേക്ക് ചെയ്തത്. അപ്പം അതിനെ ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ചെയ്ത ഫയൽ നമ്മുടെ ഫയലിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SRC എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടത്. സോ അപ്പം ഇന്നത്തേന് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അതിലിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ നോക്കാം. സിൻടാക്സുകളെ കുറിച്ചും വേരിയസ് ഫോംസിനെ കുറിച്ചും നമുക്ക് നോക്കാം. സോ അപ്പോൾ താങ്ക് യു ഓൾ.